ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹോണ്ടഡ് പ്ലേസിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ നമ്മളിന്ന് കില്ലാടി സ്ഥലത്തിലോട്ടാണ് പോകാൻ പോണത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് വലിച്ചൊന്നും കിട്ടണമെന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്കിനി നേരെ ആ സ്ഥലത്തോട്ട് പോകാം. നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ്, എന്നാൽ കുറച്ച് എടുത്തുമാണ്, അങ്ങനത്തെ ഒരു സ്ഥലത്താണുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഇങ്ങനെ നടന്നു കടയിൽ പോയി വന്നപ്പോൾ അവിടേക്കൊരു JCB പോണ കണ്ടു. നമ്മളതിൻ്റെ പിന്നാലെ പോയി നോക്കിയപ്പോൾ അത് ആ കാട്ടിക്ക് എന്ന് പോയത് അവിടെ നിറച്ചു നല്ല കാടായിരുന്നു. അതൊരു ചങ്ങായിൻ്റെയാണ്, വലിയൊരു ഏരിയയാണ്, നിറച്ച അയാളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഹോണ്ടഡ് ആളുള്ളത്. സോ ഗൈസ്, ഞാൻ ഈ ക്യാമറ ഒന്ന് തുടയ്ക്കണ്ടേ? ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് രാത്രി എന്തായാലും അങ്ങോട്ട് അതുവരെ ഒന്ന് പോയി വരാം. അപ്പോൾ ടൈം എത്ര എടുത്തട്ടാ? ഇപ്പോൾ 8:42, 8:43 ആ ഒരു ടൈം ആയിട്ടുണ്ട്. എത്രയാണ്? 8:42, 8:43 ഒക്കെ. അപ്പോൾ ടൈം അത്ര ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വൈകിപ്പിക്കേണ്ട 9 മണിയാകുമ്പോഴേക്ക് പരിപാടി തീർക്കണം. കുറച്ച് ദൂരെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വീടിൻ്റെ മുന്നിൽ ടോർച്ചായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പോയി നോക്കാം. പോകാൻ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, എന്നാലും നടക്കുന്നേ കട്ട്. അപ്പോൾ ഗൈസ്, നമുക്കിനി മെല്ലേനെ നടന്നു തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഉമ്മമ്മ ഉണ്ട്. നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു ഉമ്മമ്മ ഉണ്ട്. ആ ഉമ്മമ്മേൻ്റെ വീടൊന്ന് കാണാൻ പോവാം. ഓരോ കുറേ കാലമായി കണ്ടിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്ന് പോകാം. അതിയാനാണ് നമ്മളെ വഴി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടോട്ട് പോവാം. പിന്നെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പേടി എല്ലാവർക്കും ഉണ്ടാവും, കാരണം ഞാനും എടുത്തോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് ആ വഴി. അപ്പോൾ ഗൈസ്, നമുക്ക് ആ വീട്ടിലത്തെ അമ്മമ്മേനെ കണ്ടത് വേഗം വരാം. ഞങ്ങൾ വൈകുന്നേരമായി 4 മണി. അപ്പോൾ ഗൈസ്, നമ്മൾ അവളെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ടോർച്ചിന് വലിയ വെട്ടമൊന്നുമില്ല. നമുക്ക് കുറച്ച് ഇങ്ങോട്ടാണ് പോകുന്നത്. ഗൈസ്, ഞങ്ങൾ ഇന്ന് രാത്രി അമ്മമ്മേനെ കാണാൻ പോകുമായിരുന്നു. അപ്പോഴാണ് ആദ്യം പറഞ്ഞത് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തതേ. അപ്പോൾ ഗൈസിന് നമുക്ക് ആ നേരെയുള്ള റൂട്ടിലേക്കാണ് പോകേണ്ടത്. കുറച്ച് ടാസ്ക് പിടിച്ച ഏരിയയാണ് ഇവിടെയൊക്കെയാണ് അവിടെ. അപ്പോൾ നമുക്ക് കുറച്ച് ടാസ്ക് പിടിച്ച ഏരിയയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ തന്നെ പേടിയാണ്. പിന്നെ ഈ ഫോട്ടോ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക്കാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആ വഴി കൂടെ ഒക്കെ പോയിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ വഴി തന്നെ തിരിച്ചൊന്നുകൂടെ പോകണം. കാരണം നമ്മളെ ടോർച്ചിൻ്റെ വെട്ടം ഏകദേശം കത്തമായിട്ടുണ്ട്. കണ്ണൊക്കെ പൂച്ചാളെ പോലെ തിളങ്ങിന്ന് നേരത്തെ. മറ്റേ അവഞ്ചേഴ്സത്തെ ആളായെന്ന് തോന്നുന്നുണ്ട്. ഒരു പെണ്ണില്ലേ, കണ്ണങ്ങ് അവൾക്ക് പേടിയുണ്ട് കേട്ടോ ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് വേഗം ഓടിപ്പോയി വീട്ടിൽ നിന്ന് ടോർച്ച് എടുത്തിട്ട് വരാം. ബാക്ക്ഗ്രൗണ്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും വീട്ടിൽ പോയി ടോർച്ച് നോക്കിയപ്പോൾ അതിലും ചാർജില്ല. അപ്പോൾ നമുക്ക് നേരെ സ്ഥലത്തോട്ട് ഒന്നുകൂടെ പോവാം. എൻ്റെ അടുത്തോടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഒന്നും കൂടെ ആ വഴി ഒന്ന് പോകണം. നമുക്കിപ്പോൾ ടൈം വളരെ കുറവാണ്. 9 മണിയാവാനായി. ടൈം ഇപ്പോൾ വന്നിട്ട് 8:58. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, നമ്മളങ്ങനെ ഏരിയക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചെറുതായിട്ട് പേടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അടുത്തിടന്ന് ബാക്കിയൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്തായാലും പേടിയുണ്ട് ഗൈസ്, അത് ഉറപ്പാണ്. പ്ലേസ് കാട്ടി കൊടുക്കാം. കാണുന്നുണ്ട് എന്തെങ്കിലും? ഞാൻ ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ടാണ്. ടോർച്ച് അടിച്ചു തരാം. അതെ, അതിൻ്റെ വെട്ടം കാണുന്നില്ല, ഒന്നും കാണൂല, ഇരുട്ടാണ്. അതൊന്നും ചെയ്തൊരു കാര്യമില്ല.
പിന്നെ എന്തായാലും നമുക്ക് പതിയെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല നമ്മളതിൻ്റെ സൈഡിൽ കൂടെ ഇതാ ഇതൊക്കെ ആ ഏരിയയിൽ പെട്ടതാണ്. ഇവിടെ ആൾക്കാർ ചുവന്ന സാരി എടുത്ത് അങ്ങനത്തെ ഒക്കെ കെട്ടുകഥകളാണ്. എന്നാലും കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. എടുത്തേട്ടാ ചുവന്ന സാരി എടുത്തിട്ടും ഏതോ ആലിൻ്റെ മുകളിൽ ഇവിടെ പണ്ട് ഏതോ ആലുണ്ടായിരുന്നു അതിൻ്റെ മുകളിലൊക്കെ കയറിക്കുന്നൊക്കെയാണ് പറച്ചിൽ. നമുക്കതിൽ വിശ്വാസമൊന്നുമില്ല. എന്നാലും അത് കേൾക്കുമ്പോൾ ഒരു പേടി തോന്നിയിട്ടാണ്. പിന്നെ ഇതിനെ കുറിച്ചുള്ളൊരു ക്യൂരിയോസിറ്റി ഒക്കെ തോന്നിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. എന്തായാലും ഇവിടെ ചുറ്റുവട്ടത്ത് വീടുകളുണ്ടോ ചോദിച്ചാൽ വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് കയറുമ്പോൾ വീടുകളൊന്നും കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് കയറി വെക്കാം. എടുത്തരാ കയറി വെക്കല്ലേ. അപ്പോൾ ഗൈസ് നിങ്ങൾ എടുക്കണ്ടോ? അപ്പോൾ ഗൈസ് നമുക്കിനി അതിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം. ഇതാ ഇവിടെ ഈ സ്ഥലക്കാർ എന്നിട്ട് എന്തോ ഇവിടെ ഇതൊക്കെ എഴുതി വിട്ടിട്ടുണ്ട്. മതിലുമൊക്കെ എന്തൊക്കെ മതിലൊക്കെ തറച്ച് വെച്ചിട്ടുണ്ട്. ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറാതിരിക്കാൻ അതിൻ്റെ മുകളിൽ ആണിയാണ് അങ്ങനെ ഇങ്ങോട്ടൊക്കെ തറച്ച് വെച്ചിട്ടുണ്ട്. എന്ത് സൗണ്ട്? അല്ല കാര്യം പറയാം കേട്ടോ. സൗണ്ട് ഉണ്ട്, എന്തോ സൗണ്ട് ഉണ്ട്. പുൽച്ചാടിയാണ് ആൾക്കാർ പറയൂ. ചിലപ്പോൾ പറയും. അപ്പം പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നൈസായിട്ട് പ്രവേശിക്കാം അല്ലേ ചേട്ടാ? ഗൈസ് നമ്മൾ കുറേ റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത്. ഇവിടെ നിറച്ചും കാടാണ്. അങ്ങോട്ട് നോക്കി നിറച്ച് പൊന്താണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയ പാമ്പ് കടിക്കോ എന്നുള്ളൊരു ഭയമൊക്കെ ഉണ്ട്. എന്നാലും രണ്ടും കൽപ്പിച്ച് കയറണ എടുത്തേട്ടാ. കയറി വെക്കാം. എടുത്തടം പറഞ്ഞിട്ട് കയറി വെക്കാന്ന്. ഒരു മിനിറ്റ് കയറിയിട്ട് കാണാൻ പറ. അപ്പോൾ ഗൈസ് നമുക്ക് കയറിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി നമ്മളെന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പ്ലാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ചും പൊന്തയാണ്. പിന്നെ പാമ്പൊക്കെ ഉണ്ടെങ്കിലോ രാത്രിയാണ്. കണ്ണെൻ്റെ പിന്നെയും തിളങ്ങി. എൻ്റെ കണ്ണ് പിന്നെയും തിളങ്ങി. അയ്യൊക്കെ പേടിയാവും കേട്ടോ. കാര്യമായിട്ട് ഞാൻ പറയാം. എന്നാൽ ഇനി നമുക്ക് എന്തായാലും വൈകിപ്പിക്കണ്ട, നേരെ പോയി നോക്കാം. തൽക്കാലം നമുക്ക് ഈ സൈഡ് കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഈ സൈഡിൽ കൂടെ കാണുന്ന വഴിയിലൂടെയാണ് പോയി നോക്കാൻ പോണത്. അത് കാണുന്നുണ്ട് എടുത്തോട്ടെ. നമുക്ക് അതുവഴി ഒന്ന് ക്യാമറ വെച്ച് നോക്കണോ? നോക്കി വെക്കാം. നിങ്ങൾക്ക് കാണിച്ചു തരലാണ് നമ്മൾ മെയിൻ പരിപാടി. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഓക്കെ ഗൈസ്, നമ്മൾ രാവിലെ വൈകുന്നേരം വന്ന JCB കാണുന്നതാണ്. അതാണ് നമ്മൾ വൈകുന്നേരം വന്നപ്പോൾ കണ്ട JCB. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മളെന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്കിനി ഇത് ഇതിൻ്റെ രാവിലത്തെ വിഷ്വൽ കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞാൽ മതി. നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അച്ഛമ്മ ചീത്ത നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. പക്ഷെ നമ്മളിവിടെ ഒരു ചേച്ചി ഉണ്ട്, നമ്മളെപ്പോഴും അറിയണതാണ്. ആ ചേച്ചി അവിടുത്തെ ചോദിച്ചു നോക്കിയപ്പോൾ ഓര് പറഞ്ഞു അങ്ങോട്ടൊന്നും പോകണ്ട, അവിടെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞപ്പോഴും ആ ചേച്ചി പറഞ്ഞു പോകണ്ടെന്ന്. അവിടുത്തെ അമ്മമ്മയും പറയുന്നുണ്ട് പോകണ്ടെന്ന്. അപ്പോൾ നമുക്കിനി ഒരു പറഞ്ഞുകൊണ്ട് നമുക്കിനി ഒന്ന് രാവിലെ വേണേൽ പോയി നമുക്കൊന്ന് വരാം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത്ര റിസ്ക് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ വേണമെന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ തരിക. ഓക്കെ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ പറഞ്ഞ പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 ലൈക്ക് അടിച്ചാൽ മതി. എന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് പോരണമെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ സ്കൂട്ടി വരുന്നുണ്ട് പെട്ടെന്ന് എടുക്ക്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടെ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. രാവിലെ ഇവിടുത്തെ വിഷ്വൽസൊക്കെ എന്താണെന്ന് കാണാൻ. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നതിൻ്റെ കുറേ വിഷ്വൽസൊക്കെ ഞങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ ഇവിടുത്തെ വീട് മൊത്തം റിസർച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓലെല്ലാവരും പറയുന്നത് പോകണ്ടെന്നാണ്. അതാണ് നേരത്തെ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കണതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഉറപ്പായിട്ടും രാവിലെ വന്ന് കാണിച്ചു തരുന്നതായിരിക്കും ഇവിടുത്തെ വിഷ്വൽസൊക്കെ എന്താണ്. ഇവിടുത്തെ ഇപ്പോൾ കാട് വെട്ടിയതുകൊണ്ട് കുറച്ചുകൂടി വിസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളിന്നത്തെ വീഡിയോ. അപ്പോൾ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് 10 ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ കമൻ്റ് അടിച്ചാൽ നമ്മളത് ഉറപ്പായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. 10 ലൈക്ക് വേണ്ട, നിങ്ങൾ 1 ലൈക്കെങ്കിലും ആ വീഡിയോക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് അത് ചെയ്യുന്നതായിരിക്കും. 1 ലൈക്ക് കിട്ടിയാലും മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ലൈക്ക് നാളെ മൺഡേ ആണല്ലോ. അപ്പോൾ മൺഡേ മുതൽ
ഫ്രൈഡേ വരെ ടൈം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു ലൈക്ക് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്തായാലും രാവിലെ ശനിയാഴ്ച അല്ലെങ്കിൽ ഈ ശനിയാഴ്ച അല്ലെങ്കിൽ ഈ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറുന്നില്ല. കാരണം ഇപ്പോൾ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാടൊന്നും ഇല്ലെങ്കിലും ജന്തുക്കളൊക്കെ ഉണ്ടാവൂലേ, അതുകൊണ്ട് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അവസാനിപ്പിക്കാം.